എല്ലാവർക്കും നമസ്കാരം. ചൂട് പെട്ടെന്നാണ് ചൂട് കൂടിയിരിക്കുന്നത്. 50 ഡിഗ്രി ചൂടാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക. ചൂട് പരമാവധി വെയിലൊക്കെ ഒഴിവാക്കിയിട്ട് ഇരിക്കുക, ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കണ്ണാടി വെച്ചുകൊണ്ട് ചിലർ പരാതി പറയുന്നത് കണ്ണാടി വെച്ച് ചെയ്യുന്ന മുഖം കാണാൻ പറ്റുന്നില്ലെന്ന് എന്തൊക്കെ പറഞ്ഞിട്ട്. ഞാനിത് ഇപ്പോൾ ഇത് ലൈവിൽ വരാൻ കാരണം സംഘടനകളുടെ ഒരു കാര്യത്തെ പറ്റിയിട്ട് പറഞ്ഞു. ഇവിടെ സൗദി അറേബ്യയിൽ ഒരുപാട് സംഘടനകളുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഏതെങ്കിലും സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കാത്ത വളരെ കുറച്ച് പേരുണ്ടാവുള്ളൂ. മിക്കവരും ഓരോരോ സംഘടനയിൽ മെമ്പർഷിപ്പ് ഉള്ളവരായിരിക്കും. വളരെ കുറച്ച് പേര് സംഘടന ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ സംഘടന ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം ഒരാൾക്ക് ഇന്നലെ സംഭവിച്ചു. അതിനെ പറ്റിയിട്ട് പറയാനാണ് ഞാനിപ്പോൾ വന്നത്. കാരണം ഇന്നലെ കണ്ണൂർ ജില്ലയിൽ കറുമ്പത്തൂറുള്ള ഒരു വ്യക്തി ഇവിടെ ഒരു വർഷമായിട്ട് ഹുറൂബാണ് ഒളിച്ചോടിയ കടത്തിപ്പെട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ അയാൾ ഇന്നലെ ഒരു ബൈക്കിടിച്ച് മുവാസാത്ത് ഹോസ്പിറ്റലിൽ ഖത്തീഫിൽ കിടക്കുകയാണ്. അപ്പോൾ കാലിൻ്റെ കാലൊക്കെ തകർന്നു പോയി. അങ്ങനെ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഓപ്പറേഷന് 25,000 പെട്ടെന്ന് കെട്ടിവെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്പോൺസറെ വിളിച്ചപ്പോൾ സ്പോൺസർ പറഞ്ഞ് എൻ്റെ അടുത്തെങ്കിൽ നേരത്തെ ഓടിപ്പോയാലാണ്, ഞാൻ 1 വർഷം മുമ്പേ അയാളെ ഹുറൂബാക്കി ഒളിച്ചോടുന്ന കേസും ആക്കിയിട്ടുള്ള, എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. അപ്പോൾ ഇൻഷുറൻസും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ആര് പൈസ കിട്ടും? ഇത്ര പൈസ. പിന്നെ ആകെ വഴിയുള്ളത് എംബസിയായിട്ട് ബന്ധപ്പെടാനുള്ളതാണ്. എംബസി ഇപ്പോൾ പെരുന്നാളിൻ്റെ അവധി, അത് കൂടാതെ തന്നെ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയിലെ അവധിയാണ്. ഇന്നലെ തന്നെ നമ്മൾ ഒരു ഇമെയിൽ എംബസിക്ക് വിട്ട് എംബസി വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ അവധിയാണ്, പെട്ടെന്നുള്ള ഒരു കാര്യങ്ങളൊന്നും അങ്ങനെ നടക്കില്ല എന്ന് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് നിന്ന് മറുപടി കിട്ടി. അതുകൂടാതെ ഇന്നലെ തന്നെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് നിങ്ങളുടെ MP കണ്ടിട്ട് MP വഴിയായിട്ട് ലെറ്റർ അയക്കാൻ വേണ്ടി പറഞ്ഞ് എംബസിക്ക്. അപ്പോൾ MP ഇന്ന് കണ്ണൂർ MP സുധാകരൻ്റെ ലെറ്റർ എംബസിയിൽ അയച്ചിട്ട് ഫോറിൻ മിനിസ്റ്റർക്ക് അയച്ചിട്ട് ഫോറിൻ മിനിസ്റ്റർ അത് എംബസിയിൽ അയക്കും. അപ്പോൾ പക്ഷേ ഇന്ന് വെള്ളിയാഴ്ചയും നാളെ ശനിയാഴ്ചയാണ് അവധിയാണ്. ഞായറാഴ്ചയാണ് അഥവാ ഈ ഇമെയിൽ അവിടെ നിന്ന് വന്നാലും എംബസി അത് പരിഗണിക്കുന്നത് ഞായറാഴ്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഹോസ്പിറ്റലാണ് ഇന്നലെയും ഇന്നും ഒക്കെ പൈസ കെട്ട് അല്ലെങ്കിൽ അത് പഴുക്കും, ഓപ്പറേഷൻ ചെയ്യണം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നിപ്പം പുള്ളി ഇങ്ങനെ പറഞ്ഞു സംഘടനക്കാർ സഹായിക്കൂലേ എന്നിങ്ങനെ ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏത് സംഘടനയിലാണ് ഉള്ളത്? മെമ്പറുള്ള ഏത് സംഘടനയാണ്? അത് ആ സംഘടന നമുക്ക് ആവശ്യപ്പെടാം. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ഒരു സംഘടനയിലും ഇല്ല, അത് എനിക്കൊരു ഭയങ്കര തെറ്റായിപ്പോയി, എനിക്കത് ഭയങ്കര മണ്ടത്തരമായിപ്പോയി, ഞാൻ ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല എന്ന് പുള്ളി സ്വയം ഇങ്ങോട്ട് പറയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും സംഘടന മെമ്പറാണെന്നെങ്കിൽ നമ്മൾ ആ സംഘടന എടുത്ത് ധൈര്യമായിട്ട് പറയാറുണ്ട്, നിങ്ങളുടെ സംഘടനയിലെ മെമ്പറാണ്, ആളാണ്, നിങ്ങൾ അവരെ സഹായിക്കണം എന്ന് നമുക്ക് പറയാറുണ്ട്. ഇപ്പം നമ്മൾ ഏത് സംഘടന എടുത്ത് പറയും? അപ്പോൾ ആ ഒരു അവസ്ഥ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഈ ഇതൊക്കെ ആവശ്യം വരുന്നത്. നമ്മൾ ചിലപ്പോൾ സംഘടനയിൽ ചെയ്തെങ്കിലും ചേർന്ന് തന്നെ ചിലപ്പോൾ കയ്യിൽ നിന്ന് വല്ല ചിലവാകുമോ എന്നൊക്കെ ഓർത്തിട്ട് അതൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ പണിയെടുത്ത് നമ്മൾ ജീവിക്കാം എന്നുള്ളൊരു ദൈവം വിചാരിച്ചാൽ ഏതൊരു മനുഷ്യനും എപ്പോഴും എവിടെയെങ്കിലും കഷ്ടപ്പാട് വരാം, അപകടം വരാം, എന്ത് വരാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് എപ്പോഴും ഒരു താങ്ങായിട്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടത്താൻ വേണ്ടിയുള്ള ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരും നമ്മുടെ സംഘടനയാണ്. ഏത് സംഘടന ആയിക്കോട്ടെ, ഞാൻ ഇന്ന സംഘടന എന്ന് പറയത്തില്ല. ഏതെങ്കിലും ഒരു സംഘടനയിൽ നിങ്ങളെല്ലാവരും മെമ്പറായിരിക്കണം. കൂടാതെ ഈ ഒളിച്ചോടിയ കണക്കിലുള്ള ആൾക്കാരൊക്കെ പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. അത് പോകണമായിരുന്നു. ഇൻഷുറൻസ് ഇല്ലാതെ നടക്കല്ലേ, ഇൻഷുറൻസ് ഇല്ലാതെ നടന്ന് എപ്പോഴും നമുക്ക് എന്ത് സംഭവിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതും ഒക്കെയാണ്. അപ്പോൾ ഇതാണ്, ഏതെങ്കിലും ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നഷ്ടമായിട്ട് ആരും കണക്കാക്കണ്ട. അത് നമുക്കല്ലെങ്കിൽ വേറൊരുത്തന് അത് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും എന്നുള്ളത്. അല്ലെങ്കിൽ എനിക്ക് മാത്രം ഉപകാരമാണ്, എനിക്കൊരു ഉപകാരം കിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചേരുന്നില്ല, അങ്ങനെയല്ല. നമ്മളല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾക്ക് അതുകൊണ്ട് സഹായം ഉണ്ടാവും എന്നുള്ള ചിന്തയാണ് നമുക്ക് വേണ്ടത്. എല്ലാവരും ഏതെങ്കിലും സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കുക. ഇപ്പോൾ ഈ ഖത്തീഫ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുടെ കാര്യം എന്താവുമെന്ന് ഇപ്പോൾ എനിക്ക് ഒരു പിടിയില്ല. കാരണം ഞായറാഴ്ച ഇനി എംബസി ഇതിനകത്ത് തീരുമാനം എടുത്ത് നാട്ടിൽ നിന്ന് പ്രഷർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എംബസി ഫണ്ട് അനുവദിച്ചാൽ ആ ഓപ്പറേഷൻ നടക്കും. പക്ഷേ ഇത്രയും ദിവസം വൈകിക്കൊണ്ട് അതിനകത്ത് പിന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും, അതും പ്രശ്നമാണ്, അറിയത്തില്ല.